കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമോ? ഇതാണിപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. മൂന്നാം മോഡി സർക്കാരിന്റെ 2ാം വാർഷികമാണ് ജൂൺ 10-ാം തീയതി. അതിനു മുമ്പ് എന്തായാലും പുനഃസംഘടന ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ അന്തർദേശീയ തലത്തിൽ വലിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ മൊത്തത്തിൽ അത് വിദേശ രംഗത്തെ ആയാലും അല്ലെങ്കിൽ കാർഷിക വിപണിയായാലും അതേപോലെ തന്നെ ഊർജ മേഖലയായാലും എല്ലാത്തിനെയും ബാധിക്കുന്ന രീതിയിലാണ് ഇറാൻ അമേരിക്ക സംഘർഷമൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടനയും നടക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനകളാണുള്ളത്. കാരണം രാജ്യത്ത് മൊത്തത്തിൽ പല ചലനങ്ങളും ഉണ്ടാകുന്നുണ്ട്. പുതുതലമുറയ്ക്ക് കൂടുതൽ അവസരം കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. അതേപോലെ തന്നെ BJPയുടെ പുതിയ ദേശീയ നേതൃത്വം നിതിൻ നബീന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, ആ പാർട്ടിക്ക് പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം ചില മന്ത്രിമാർ ഭാരവാഹികളാവുമോ, അതേപോലെ തന്നെ പുതിയ മന്ത്രിമാർ വരുമോ എന്നുള്ളതൊക്കെ ഒരുപാട് സൂചനകളുണ്ട്. മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും? മാധ്യമ പ്രവർത്തകനായ നിലിൻ നമ്മളെ കൂടെയുണ്ട്. നിലിന്റെ കൂടി അഭിപ്രായം നമുക്ക് കാണാം. ഒരു പുനഃസംഘടന ഇമിനന്റ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലെ? എന്താണ് അതിന്റെ സാധ്യതകൾ? എന്താണ്? തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ 2ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇനിയിപ്പോ വേഗത കൂട്ടേണ്ടതുണ്ട്, പ്രൊജക്ട്സും ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് മാത്രമല്ല, പല മന്ത്രിമാരും ജെൻസി ഇപ്പൊ അതാണല്ലോ ഏറ്റവും നിർണായകമായ ഒരു സംഭവം. അതുകൂടാതെ പല മന്ത്രിമാരുടെയും പെർഫോമൻസ് അത്ര പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വാല്യുവേഷനൊക്കെ നടത്തിയതിനു ശേഷം മിക്കവാറും അടുത്ത മാസം പകുതിയോടുകൂടി സംഘടന ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഉറ്റുനോക്കുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ 2 പേരുകളാണ്. ഒന്ന് അണ്ണാമലൈ മന്ത്രിസഭയിലെത്തുമോ, മറ്റൊന്ന് രാഘവ് ചദ്ദ, പുതിയ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞത്. ഈ അണ്ണാമലയുടെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തമിഴ്നാട്ടിൽ അണ്ണാമല ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. പക്ഷെ ഇടയ്ക്ക് ADMK-യുമായുള്ള സഖ്യം യാഥാർത്ഥ്യമാകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് അണ്ണാമലയ്ക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്ന് പറയാം. ഒതുക്കിയെന്ന് പറയാം. അതെ. അപ്പൊ എന്തായാലും അത് ഇപ്പോഴും BJP തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഒരു കാത്തിരിക്കുന്നത് ഒരു ബിഗ് റോൾ ആണെന്നാണ് പറയുന്നത്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് ആന്ധ്രാപ്രദേശിൽ അപ്പൊ ആന്ധ്രാപ്രദേശില് 4 സീറ്റുകൾ NDAക്ക് ഉണ്ട്. അപ്പൊ അതിൽ 1 സീറ്റ് BJPക്ക് കിട്ടും. അപ്പം ജൂണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അണ്ണാമലയുടെ കാര്യത്തിൽ ഏതാണ്ട് കൺഫേമായി അണ്ണാമല രാജ്യസഭയിൽ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ എത്തുന്നു, മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും അദ്ദേഹം ക്യാബിനറ്റിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിജയ് എന്ന് പറയുന്നത് അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം എത്ര പോകും, ചിലപ്പോൾ കുറച്ച് ടൈം പോകാൻ മതിയാവും. പക്ഷെ എന്നാലും അവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. ശരിക്കും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു ബദലായിട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഒരു വഴി സത്യത്തിൽ വിജയ് വെട്ടിക്കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാല് 2 ദ്രാവിഡ പാർട്ടികളും അല്ലാത്തൊരു വഴി അവിടെ വന്നു. ആ വഴിയിലൂടെ നടന്നാൽ മതി BJP. അതെ, തീർച്ചയായും. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്നുള്ള കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തെളിയിക്കപ്പെട്ടു. കാരണം ലോക്സഭാ ഇലക്ഷനിൽ അണ്ണാമല ഉണ്ടാക്കിയ ഇമ്പാക്ട്, അതിനുശേഷം അദ്ദേഹം മാറി നിന്നപ്പോൾ BJP വീണ്ടും പഴയ BJP വെറും 3% താഴെ വോട്ട് മാത്രമാണ് കിട്ടിയത്, ADMK-യുമായി ചേർന്ന് മത്സരിച്ചിട്ട്. അത് മാത്രമല്ല, ആകെ ഒരൊറ്റ സീറ്റിലാണ് ജയിച്ചത്, അതും ചെറിയ വോട്ടിനാണ് ജയിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അണ്ണാമലയെ തിരികെ കൊണ്ടുവരണം. പക്ഷെ പെട്ടെന്ന് ഇപ്പം ആവശ്യമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി തമിഴ്നാടിന് കൂടി പ്രയോജനപ്പെടുന്ന ഏതെങ്കിലും വകുപ്പ്, ഇപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട വകുപ്പോ, അല്ലെങ്കിൽ അതിപ്പം ചിലപ്പോൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ. അപ്പം അങ്ങനെ ഒരു എലിവേഷൻ കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ് BJP. എന്നിട്ട് അടുത്ത 2029 ലോക്സഭാ ഇലക്ഷനെ മുൻനിർത്തി പ്രവർത്തിച്ചിട്ട് അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും അണ്ണാമല സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് പൂർണ്ണമായിട്ടും വരിക എന്നുള്ളതാണ് പ്ലാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതനുസരിച്ചുള്ള വാർത്തകളും റൂമേഴ്സും ഒക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വിസിബിലിറ്റി അണ്ണാമലയ്ക്ക് കൂടുതലായിട്ട് കിട്ടും, ഒരു പവർ സെന്ററായിട്ട് മാറാൻ സാധിക്കും, തമിഴ്നാട്ടിൽ കൂടുതൽ ഇടപെടാൻ പറ്റും, ഒരു അതോറിറ്റി വരുമ്പോൾ. അതാണ് പ്ലാൻ. അണ്ണാമല വരാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം BJP നേതാക്കൾക്കിടയിലുണ്ട്, പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ മാത്രമല്ല, തമിഴ്നാട്ടിന് പുറത്തും വലിയ ഫാൻ ഫോളോയിങ് ഉണ്ട്. കർണാടകയിലാണെങ്കിലും പുറത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, ആ ഒരു ശൈലി, എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ, പിന്നെ അതുകൂടാതെ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു യങ് നേതാവാണ്. 41 വയസ്സ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ തന്നെ ഒരു വിഷനറിയാണ്. ഇതെല്ലാം BJPക്ക് മുതൽക്കൂട്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. കാരണം പലപ്പോഴും പുനഃസംഘടനകളൊക്കെ വരുന്നത് ഒരു ക്രൈസിസ് വരുന്ന സമയത്താണ്. പക്ഷെ ഇതൊരു വിഷനോട് കൂടിയുള്ള ഒരു പുനഃസംഘടനയായിരിക്കും. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബംഗാൾ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു റിമാർക്കബിൾ, അത്രയും വലിയൊരു നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ വിജയം. കാരണം
34 വർഷം CPM അടക്കി ഭരിച്ചിരുന്നൊരു സംസ്ഥാനം. അതിനുശേഷം മമതാ ബാനർജിയുടെ വലിയൊരു സംഹാര താണ്ഡവം നടന്നിരുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഒന്നുമല്ലാതിരുന്ന BJP ജയിച്ച് കയറുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ജയത്തിന്റെ ഒരു വൻ ജയത്തിന്റെ വഴിയിലുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു റിവ്യൂ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് വളരെ പോസിറ്റീവായിരിക്കും. സാധാരണ ഒരു സെറ്റ് ബാക്ക് ഒക്കെ വരുന്ന സമയത്താണ് റീ ഓർഗനൈസേഷൻ റീഷഫ്ലിംഗ് ഒക്കെ വരുന്നത്. ഇപ്പം അങ്ങനെയല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പിന്നെ നിതിൻ നബീൻ പുതിയൊരു ടീമിനെയാണ് ഇപ്പൊ BJP കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാണും, ഇത് ആരടാ ഒരു BJP പ്രസിഡന്റ്, ആർക്കും അറിയാം ഒരാൾ. അങ്ങനെ 45 വയസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് BJPയിലുണ്ട്, അറിയപ്പെടുന്ന ആളുകളുണ്ട്. അവരൊന്നും അറിയപ്പെടാത്ത ഒരാളെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആരും അതായത് മാധ്യമങ്ങളെ പ്രതീക്ഷ വിനോദ് അവിടെ വരാൻ മതിയായിരിക്കും, അല്ല അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത്. ധർമ്മേന്ദ്ര പ്രധാനും അവരെയാണ് പ്രതീക്ഷിച്ചത്. അല്ല വേണമെങ്കിൽ ഇനി അഥവാ അവർക്ക് തൊട്ട് താഴെയുള്ള ആളുകളാക്കണമെങ്കിൽ തേജസ്വി സൂര്യ ഉണ്ട്, അതേപോലെ തന്നെ അണ്ണാമലയുണ്ട്. അല്ല എടുത്തു നോക്കിയാൽ ഒരുപാട് ആളുകളുണ്ടാവും പ്രായമാണെങ്കിൽ, പ്രായം കുറഞ്ഞതാണെങ്കിൽ. പക്ഷെ പെട്ടെന്ന് ഒരാളെ കൊണ്ടുവന്നത്. അപ്പം ഒരാളല്ല, കാരണം അദ്ദേഹം മന്ത്രിയായിരുന്നു. മറ്റ് പല സംസ്ഥാനത്തും സംഘടനാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇലക്ഷനൊക്കെ തന്നെ പോയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത ആളാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെതായ ഒരു ടീമിനെ വേണം. ഇപ്പൊ BJPയിലുള്ള നേതാക്കന്മാരൊക്കെ തരുൺ സിംഗ്, തരുൺ ജുഗ്, വിനോദ് താവ്ഡെ, അങ്ങനെയുള്ള പിന്നെ സുനിൽ ബൻസാൽ, അങ്ങനെയുള്ള സംഘടനാപരമായ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ജനറൽ സെക്രട്ടറിമാരെല്ലാവരും തന്നെ, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉള്ള നല്ലൊരു ടീമുണ്ട്. പിന്നെ ഒരു ജനറേഷൻ ചേഞ്ച് ഒറ്റയടിക്ക് ചെയ്യാനും പറ്റില്ല. ജനറേഷൻ ചേഞ്ച് പതുക്കെ ചെയ്യാൻ പറ്റും. പൊതുവെ ഇപ്പൊ BJP കുറിച്ച് പറയുന്നത് സംഘടനാ തലത്തിൽ വളരെ സ്ട്രോങ് ആണ്, അത്രയും മികച്ച ടീമാണ്. പക്ഷെ മന്ത്രിസഭ അത്രയ്ക്ക് അങ്ങ് പോരാ. പ്രത്യേകിച്ച് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു മികവ് പല മന്ത്രിമാർക്കും ഇല്ല എന്നുള്ളൊരു വാദമുണ്ട്. അപ്പൊ അതൊന്ന് ബാലൻസ് ചെയ്യാന്നുള്ള ലക്ഷ്യം കൂടി ചിലപ്പോൾ ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാവും. അല്ല, കഴിഞ്ഞ തവണ മോഡി ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെക്കാളേറെ സബ്ജക്ട് എക്സ്പേർട്സിനെയാണ് അദ്ദേഹം, അല്ലെ ഇപ്പം ജയശങ്കർ ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല, അദ്ദേഹം ഒരു വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാളെ, അശ്വിനി വൈഷ്ണവ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു മന്ത്രി ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ഗുജറാത്തിലെ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, അങ്ങനത്തെ ആളുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതേസമയത്ത് പരിമിതപ്രജ്ഞരായ നിതിൻ ഗഡ്കരി ഉണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, അതേപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്നുള്ള നമ്മുടെ ശിവരാജ് വിദഗ്ധരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷൻ, അതിന്റെ കൂട്ടത്തിൽ ഒരു ജെൻസി കൂടി ഒരു ടച്ച് വേണം എന്നുള്ളത്. കാരണം ഇതിന്റെ ഒരു മറുവശം പ്രതിപക്ഷം ചിഹ്ന ഭിന്നമാണെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളിൽ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും BJP നേതൃത്വത്തിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്ത് തന്നെ ആയാലും BJP വളരെ ഒരു അഡ്വാൻസ്ഡ് പൊസിഷനാണ്, വളരെ കംഫർട്ടബിൾ പൊസിഷനിലാണെന്ന് പറയാം. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഗുജറാത്തിൽ എടുത്തു നോക്കിയാൽ മതി. ഗുജറാത്തിലെ 2017 തെരഞ്ഞെടുപ്പിൽ ഇതാ പിടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് ആര് വന്നത്? കോൺഗ്രസ് വന്നത്. കോൺഗ്രസ് അന്ന് 2017 അന്ന് അവർക്ക് പക്ഷെ 77 സീറ്റ് കിട്ടി, 182 അംഗ സഭയിൽ. BJPക്ക് 99. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് വീണ്ടും കോൺഗ്രസ് 17ലേക്ക് താണുപോയി. പക്ഷെ ഇപ്പം അവിടെ ആം ആദ്മി പാർട്ടിയാണ് ചെറിയൊരു ശക്തിയായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി പോയി കഴിഞ്ഞു. അതാണ് കോൺഗ്രസിന്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനേ സാധ്യതയുള്ളൂ. പിന്നെ BJPയുടെ വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ വളരെ ഏറ്റവും അധികം ഗ്രാമങ്ങളിലൊക്കെ BJP നന്നായിട്ട്. ഇനി മാത്രമല്ല ഒരുപാട് ആളുകൾ അൺഅപ്പോസ്ഡ് ആയിട്ടാണ്. അതായത് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും മറ്റു പാർട്ടികൾക്ക്, അതൊരു ജനാധിപത്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും. എന്നാലും എതിരില്ലാതെ 1000-ഓളം പേരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വളരെ കംഫർട്ടബിൾ പൊസിഷനാണ് ഗുജറാത്ത്. ഇപ്പം നമ്മൾ പറഞ്ഞ ബംഗാളിലെ വിജയം, പിന്നെ പഞ്ചാബിലാണെങ്കിൽ പുതിയ ഇൻറോഡ്സ് ഉണ്ടാക്കുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വലിയൊരു വിഭാഗം നേതാക്കന്മാർ വരുന്നു. അങ്ങനെ നോക്കും. പിന്നെ കേരളത്തിലും നല്ല രീതിയിൽ പോകുന്നു. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സംസ്ഥാനത്തിനാണോ തെരഞ്ഞെടുപ്പ് നടന്നത് ആ സംസ്ഥാനത്തുള്ള ആളുകളെ അവർക്ക് പ്രാധാന്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സ്പാൻഷൻ. ഇപ്പൊ പഞ്ചാബ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം. പിന്നെ അതുകൂടെ ഗോവയുണ്ട്, മണിപ്പൂരുണ്ട്, ഗുജറാത്ത്. അപ്പൊ ഇതെന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുനഃസംഘടന കൂടി ആയിരിക്കാം, പൂർണ്ണമായിട്ടല്ലെങ്കിലും. പിന്നെ അത് കൂടാതെ തന്നെ ഈ ബംഗാളിലൊക്കെ ഇത്രയും വലിയ വിജയം നേടിയ കുറെ വ്യക്തികളുണ്ട്, വിജയശില്പികളെന്ന് പറയുന്നത്. അതെ, അവരെ ആദരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിലെ സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ, അദ്ദേഹത്തിന്റെ ഒരു കോർഡിനേഷൻ വളരെ മികച്ച രീതിയിലുള്ള. കാരണം ഇടക്കാലത്ത് ബംഗാളിൽ എനിക്ക് തോന്നുന്നു BJPയിൽ ചില ഗ്രൂപ്പീസ് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ദിലീപ് ഘോഷ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, അത് മാറ്റിയെടുത്ത് എല്ലാവരും ഏകോപിച്ച് ഒരുമിച്ച് കൊണ്ടുപോയത് സമീക് ഭട്ടാചാര്യാണ്. ആളൊരു വാജ്പേയി ലൈൻ ആയിട്ടുള്ള ഒരു ഓൾഡ് സ്റ്റൈൽ
പൊളിറ്റീഷ്യനാണ്, എന്നാൽ ട്രെൻഡ് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളുമാണ്. അപ്പൊ അദ്ദേഹത്തെ ചിലപ്പം ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. കാരണം അവരൊരു വളരെ റിമാർക്കബിൾ ആയ ഒരു നേട്ടമാണല്ലോ. കാരണം രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തെ BJPക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഗുജറാത്തിലാണെങ്കിൽ പിന്നെ 70കളുടെ അവസാനം, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് ഒക്കെ നടന്നിട്ട് വലിയൊരു അടിത്തറയുണ്ട് BJP, വലിയ കാര്യമായ. പിന്നെ അവരത് ജനതാ പാർട്ടി വന്നു, ജനതാ പാർട്ടിയായിട്ട് സഹകരിച്ചു. പിന്നെ അങ്ങനെ വളർന്നു. വളർച്ചയുണ്ടെങ്കിൽ പോലും അതിനൊരു വലിയൊരു പാരമ്പര്യവും. പക്ഷേ ബംഗാൾ അങ്ങനെയല്ല. ബംഗാൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒക്കെ തലസ്ഥാന കേന്ദ്രമായിരുന്നു എന്ന് പറയാമെന്നല്ലാതെ, അല്ലെങ്കിൽ വലിയൊരു ദേശീയ നവോത്ഥാന നായകന്മാരുടെ ഒക്കെ ഒരു എളി രംഗമായിരുന്നു പറയാതെ സ്പേസ് ഇല്ല BJPക്ക്. അവിടെ നിന്ന് അവരത് വളർത്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനെ എടുത്തു പറയണം. കാരണം മുമ്പൊക്കെ സംഘത്തിന്റെ RSSന്റെ ഒക്കെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നത് മമതാ ബാനർജിയായിട്ട് കൂട്ടുചേർന്ന് പോകുന്നതാണ് BJPക്ക് നല്ലത് എന്നാണ് പറഞ്ഞത്. മമതാ ബാനർജിയായിട്ട് BJP തമ്മിലുള്ള ബന്ധം വഷളാവുന്ന സമയത്ത്, കാരണം ഒരു ഭാഗത്ത് ഒരു ട്രൈപോളാർ പൊളിറ്റിക്സ് വരില്ല. അവിടെ CPM ഓൾറെഡി ഉണ്ടല്ലോ, CPMനെ എതിർക്കുന്ന മമതയുണ്ട്, പിന്നെ അവിടെ കോൺഗ്രസ് ഉണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മമതയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നതായിരുന്നു. കാരണം അത്രയും ഗ്രൗണ്ടിൽ BJP ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കാരണം അത്രയും വലിയൊരു സ്റ്റെപ്പ് ഫോർവേഡാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പൊ ആ ആളുകളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് സാമാന്യമായി ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ എന്താ ഇതിനകത്ത്? കേരളത്തിൽ ഇപ്പൊ ജോർജ് കുര്യന്റെ കേരളത്തിലേക്ക് രാജഗോപാലല്ലേ ആദ്യമായിട്ട് BJP മന്ത്രിയായി. അതിനുശേഷം പിന്നെ V മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, അതിനു മുമ്പ് അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായി. അപ്പൊ അതിലിപ്പോ പ്രശ്നം ഇപ്പം ജോർജ് കുര്യന്റെ രാജ്യസഭ കാലാവധി തീരുകയാണ്. അദ്ദേഹം ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മധ്യപ്രദേശിൽ നിന്നാണ് ബാക്കി ടേം ആയിട്ട് രാജ്യസഭയിൽ പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇനി നോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പിന്നെ ഈ ക്രിസ്ത്യൻ പ്രൊജക്ട് ഒന്നും വേണ്ട രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഇനിയിപ്പോ അദ്ദേഹത്തെ പുതിയ ഏതെങ്കിലും രാജ്യസഭാ സീറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്, വേക്കന്റ് ആയി വരുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിലവിൽ ഇപ്പൊ രാജ്യസഭ മെമ്പർ ആയിട്ടുള്ള സദാനന്ദ മാസ്റ്ററുടെ പേര് ഇങ്ങനെ റൂമറിൽ വരുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് തോന്നുന്നു അണ്ണാമലൈ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അണ്ണാമലയുടെ അതേ ടൈമിൽ കേരളത്തിൽ പ്രസിഡന്റ് ആയിരുന്നു സുരേന്ദ്രൻ വേണമെങ്കിൽ ഒരു അതെ അതും വളരെ ശക്തമായിട്ട് ആ റൂമർ നിൽക്കുന്നുണ്ട്. K സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള രീതിയിൽ ഇപ്പൊ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം BJP ആയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അവരെങ്ങനെ തീരുമാനിക്കുന്നു, ചർച്ചകൾക്കും വിശകലനങ്ങൾക്കും ഒന്നും വലിയ പ്രസക്തി ഇല്ല. പിന്നെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി, രാഘവ് ചദ്ദയും മിക്കവാറും വരാൻ ജെൻസി എന്ന് പറഞ്ഞാൽ ആള് ജെൻസി അല്ല, പക്ഷെ ജെൻസികൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള യുവ നേതാവാണ്. 40 വയസ്സ് പോലും ആയാലും 38 അതെ ഒരു അർബൻ ഒരു വോട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ BJPയുടെ, ആ രീതിയിൽ പറ്റിയൊരു നല്ല ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. അത് മാത്രമല്ല കേന്ദ്രമന്ത്രി മാറുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ജ്യോതിരാദിത്യ സിന്ധ്യ വന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹം മന്ത്രിയായി. അതുപോലെ തന്നെ രാഘവ് ചദ്ദ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ടൂൾ കിറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ജെൻസികൾ എങ്ങനെയെങ്കിലും ഇളക്കി വിടാനുള്ള ഇന്റർനാഷണൽ സംഭവങ്ങൾ കോൺസ്പിറസി ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒക്കെ ഒന്ന് എൻകൗണ്ടർ ചെയ്യാൻ അങ്ങനെ കുറച്ച് യുവ നേതാക്കൾ മന്ത്രിസഭയിലേക്കൊക്കെ വരേണ്ടതുണ്ട്. യുവാക്കളുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന, അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ വിശ്വാസം ആർജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ലീഡേഴ്സ് BJPക്ക് വരേണ്ടതുണ്ട് മന്ത്രിസഭയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതൊക്കെ മുൻനിർത്തിയുള്ള ഇതിന്റെ ഒരു ഫോക്കസ് തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിലവിലിപ്പം 72 മന്ത്രിമാരാണ് ഉള്ളത്, 81 വരെ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കുറെ യങ് ആയുള്ള മന്ത്രിമാരൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു തലമുറ മാറ്റത്തിനുള്ള ഒരു ശ്രമം തുടങ്ങാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പൊ ഏതായാലും കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അപ്പം പുതിയ മുഖങ്ങൾ കേന്ദ്രമന്ത്രിസഭയിലുണ്ടാവും. പ്രധാനമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അണ്ണാമലൈ, രാഘവ് ചദ്ദ. പിന്നെ കേരളത്തിൽ നിന്ന് രണ്ടുപേർക്ക് ഒരാൾക്കെങ്കിലും കിട്ടിയാൽ നമുക്ക് ഭാഗ്യം അല്ലെ. ഒരാളും കൂടെ ജോർജ് കുര്യൻ നിൽക്കുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പുതിയൊരാൾ കൂടി. പിന്നെ ജോർജ് കുര്യനെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിന് ഒരാളെ തന്നുകൂടായില്ല. അത്രയും സന്തോഷം.